വേദിയിൽ സന്നദ്ധ സേവനങ്ങൾ ഒരുക്കി വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ. ലഹരിക്കെതിരെ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികളുമായാണ് ഇവർ സജീവമാകുന്നത്. വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണവും കലാപ്രകടനത്തിനുള്ള അവസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കലോത്സവത്തിലെ പ്രധാന വേദിക്കരികിൽ തയ്യാറാക്കിയിരിക്കുന്ന വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൗണ്ടേഷനിൽ ഇപ്പോൾ തിരക്കേറുകയാണ്. മോഹൻലാലിൻ്റെ കീഴിലുള്ള ഈ ഫൗണ്ടേഷനിൽ കുട്ടികൾക്കായി നിരവധി ആക്ടിവിറ്റീസാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് ഇത്തരത്തിലൊരു കലോത്സവ വേദിയിൽ ഈ ഒരു സ്റ്റാൾ ഇട്ടുകൊണ്ട് നിങ്ങൾ ലക്ഷ്യമിടുന്നത്? എന്താണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം? വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് നടന്നു വരുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്. മോഹൻലാൽ സാറിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ 2015 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്ഷൻ 38 കമ്പനിയാണ് നമ്മുടേത്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് BA ഹീറോ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്കൂളുകളിൽ നടത്തി വരികയാണ്. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻഷ്യൽ മോഡലിൽ ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ട് 19,000 കുട്ടികളെ കേരളത്തിലുള്ള 50ഓളം സ്കൂളുകളിൽ നേരിട്ട് തന്നെ നമ്മൾ പല തവണകളിലായിട്ട് ഇൻ്റർവെൻഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് എപ്പോഴും ആക്ടിവിറ്റീസും കുട്ടികൾക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നതും കലാപരമായിട്ടും കായികപരമായിട്ടും ഒക്കെ തന്നെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഒരു സ്റ്റാള് ഒരുക്കിയിരിക്കുന്നത്. മെയിനായിട്ട് നമുക്കുള്ളത് LED കാർട്ടൂൺ സ്റ്റിൽസ് ആണ്. അതിൽ തന്നെ ഒരു പ്രധാനമായിട്ടൊരു 2 തരത്തിലുള്ള സ്റ്റോറീസാണ് പറയുന്നത്. ഒരേ രീതിയിൽ ലൈഫിലെ സിറ്റുവേഷൻസ് കൊടുത്തിട്ട് ലൈഫ് സ്കിൽസ് വഴി കുട്ടികൾ എങ്ങനെയാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പലപ്പോഴും കുട്ടികളൊക്കെ വന്ന് നിന്ന് വളരെ കൗതുകത്തോടു കൂടിയാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെ ഒരു സാറിനെ വെച്ച് നമുക്കൊരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും സെൽഫിയും എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഇവിടെ അവർ വന്നിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ സ്റ്റാൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാമ്പയിൻ തന്നെ എങ്ങനെയാണ് നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ വിമുക്തി പ്രോജക്റ്റും അതുപോലെ തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഓഫ് ആയിട്ടും സംയുക്തമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഈ പരിപാടി ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുന്നു. സോ BA ഹീറോ സേ നോ ടു ഡ്രഗ്സ്. ലാലേട്ടൻ പറയുന്നത് തന്നെയാണ്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അത് തന്നെയാണ് ഈ സ്റ്റാൾ നൽകുന്ന ഒരു സന്ദേശം. കലയാണ് യഥാർത്ഥ ലഹരി എന്നാണ് ഈ സ്റ്റാളിലൂടെ വിശ്വശാന്തി ഫൗണ്ടേഷൻ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഈ കലോത്സവത്തിൻ്റെ പ്രധാന ആകർഷങ്ങളിലൊന്ന് ലാലേട്ടൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടികളും അതുപോലെ തന്നെ ഇവിടെ കലോത്സവം കാണാനെത്തിയവരെല്ലാം ഏറെ ആകാംക്ഷഭരിതരായി ഈ ഒരു സുവർണ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക കൂടിയാണ്.